എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി എന്ന പ്രദേശത്തുള്ള പുരാതന യഹൂദ ആരാധനാ കേന്ദ്രമാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി. കൊച്ചിയിൽ ഏറ്റവുമധികം ആളുകൾ എത്തുന്ന മട്ടാഞ്ചേരി ജൂതത്തെരുവിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളരാനുള്ള കാരണങ്ങളിൽ ഒന്നുകൂടിയാണിവിടം. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ഏറ്റവും പഴമയുള്ള സിനഗോഗാണിത്. കേരളവുമായുള്ള ജൂതബന്ധം ആരംഭിച്ച് ഏകദേശം 1500 വർഷങ്ങൾക്ക് ശേഷം ഈ സിനഗോഗ് പണിയാൻ അന്നത്തെ കൊച്ചി രാജാവായ രാമവർമ്മയാണ് സ്ഥലം അനുവദിച്ചു നൽകിയത്. മട്ടാഞ്ചേരി കൊട്ടാര ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തായാണ് ഈ ജൂത സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. മട്ടാഞ്ചേരിയിലെ ഈ സിനഗോഗിന് 4 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ഒരു കാലത്ത് 7 ജൂതപ്പള്ളികൾ വരെ ഉണ്ടായിരുന്ന ജൂതത്തെരുവിൽ ഇന്ന് അവശേഷിക്കുന്നത് ഇതൊരെണ്ണം മാത്രമാണ്. മട്ടാഞ്ചേരിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് ഈ സിനഗോഗ്. സിനഗോഗിനോട് ചേർന്നുള്ള 45 അടി ഉയരമുള്ള ക്ലോക്ക് ടവറിൽ സ്ഥാപിച്ചിരിക്കുന്ന നാഴികമണിയിൽ സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് 4 ഭാഷകളിലാണ്. ഹീബ്രു, ലാറ്റിൻ, മലയാളം, അറബിക് എന്നിവയാണ് ആ 4 ഭാഷകൾ. സിനഗോഗിനകത്തെ തൂക്കുവിളക്കുകളും താഴെ വിരിച്ചിരിക്കുന്ന തറയോടുകളും വിദേശ നിർമ്മിതങ്ങളാണ്. കാൻ്റണിൽ നിന്നുള്ള തറയോടുകൾ വളരെ മനോഹരമാണ്. കൈകൊണ്ട് പെയിൻറ് ചെയ്തതാണ് ഈ തറയോടുകൾ. ജൂത സമുദായാംഗങ്ങൾക്ക് തന്നെയാണ് സിനഗോഗിൻ്റെ നടത്തിപ്പ് ചുമതല. അടുത്ത കാലത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും ജൂത സമുദായാംഗങ്ങളുടെ പെരുന്നാൾ വേളകളിൽ സിനഗോഗ് പെയിൻറ് ചെയ്യാറുണ്ട്. കൊച്ചി പരദേശി സിനഗോഗ് എന്നറിയപ്പെടുന്ന ജൂതപ്പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ജൂത ദേവാലയമാണ്. ലോകശ്രദ്ധ നേടിയിട്ടുള്ള ഈ സിനഗോഗ് കേന്ദ്ര സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുള്ള ചരിത്ര സ്മാരകമാണ്. ഒരു കാലത്ത് ജൂതസമൂഹം കൂട്ടത്തോടെ താമസിച്ചിരുന്ന കേന്ദ്രമാണിത്. ഇസ്രയേൽ സ്വതന്ത്രമായതോടെ കൊച്ചിയിലുണ്ടായിരുന്ന ജൂതർ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. കൊച്ചിയിൽ ഒരാൾ മാത്രമാണ് ശേഷിക്കുന്നത്. സമൂഹം ഒന്നാകെ ഇസ്രയേലിലേക്ക് മടങ്ങിയെങ്കിലും അവർ തന്നെയാണ് ജൂതപ്പള്ളിയുടെ മേൽനോട്ട ചുമതല വഹിക്കുന്നത്. അതിനായി ഒരു ട്രസ്റ്റുമുണ്ട്. വേണ്ടത്ര ആളില്ലാത്തതിനാൽ പള്ളിയിൽ ആരാധന നടക്കാറില്ല. എന്നാൽ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന കേന്ദ്രമാണിത്. ഇസ്രയേൽ ഹമാസ് യുദ്ധം ശക്തമായ കാലത്തും വിദേശ വിനോദസഞ്ചാരികളടക്കം നൂറുകണക്കിന് ആളുകൾ പള്ളി സന്ദർശിച്ചു വരികയാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട ടൂറിസത്തെ ആശ്രയിച്ചാണ് ഈ പ്രദേശത്തിൻ്റെ നിലനിൽപ്പ്. നിരവധി കച്ചവട കേന്ദ്രങ്ങളും ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്നു.